എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചുവിൻ്റെ ഫസ്റ്റ് ഇനോഗ്രേഷൻ ആട്ടോ. നമ്മുടെ കിച്ചുവിനെ അറിയാത്തവരാരും ഇല്ലല്ലോ. ഇപ്പോൾ നമ്മുടെ കിച്ചു നല്ല ഫേമസ് ആയിട്ടുണ്ട്. പണ്ടേ അവൻ ഫേമസ് തന്നെയാണ്. എന്നാൽ നമ്മുടെ സുധിച്ചേട്ടൻ്റെ മോൻ കിച്ചു, നമ്മുടെ രേണുസുധിയുടെ മോൻ കിച്ചു, അങ്ങനെ കിച്ചുവിൻ്റെ ഫസ്റ്റ് ഇനോഗ്രേഷൻ ആട്ടോ നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നത്. ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ താടിയും പൊട്ടും എന്നുള്ളൊരു യൂട്യൂബ് ചാനലിൻ്റെ അവരുടെ ഒരു ഇത്രയും നാളത്തെ അധ്വാനത്തിൻ്റെയൊക്കെ ഫലമായിട്ടുള്ള ഒരു സ്ഥാപനം, സൂമിൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവരുടെ ഇത്രയും നാളത്തെ കഷ്ടപ്പാടിൻ്റെയും അധ്വാനത്തിൻ്റെയൊക്കെ ഫലമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് കേട്ടോ സൂമിൻ. സൂമിനിൽ അവർ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡ്രസ്സാണ്. ഡ്രസ്സിൻ്റെ ഒരു കളക്ഷൻസാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ. അപ്പോൾ അതിൻ്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ അവർ ഇനോഗ്രേഷന് വിളിച്ചത് വേറെ ആരെയുമല്ല, നമ്മുടെ കിച്ചുവിനെ കേട്ടോ. അതിന് വലിയൊരു ഹാറ്റ്സ് ഓഫ് നൽകുകയാണ് ആ ഒരു ഫാമിലിക്ക്, താടിയും പൊട്ടും എന്നുള്ളൊരു യൂട്യൂബ് ചാനൽ ഫാമിലിക്ക്. ആ ഫാമിലിയിൽ വരുന്നത് അവരുടെ അച്ഛനും അമ്മയും, പിന്നെ മോനുണ്ട്, ഒരു അപ്പോസ്, പിന്നെ ഒരു ഇളയ മോനും കൂടി ഉണ്ട്. ഇവരുടെ വീഡിയോസാണ് കേട്ടോ ഇതിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. താടിയും പൊട്ടും ഞാൻ ആദ്യമേ ഫോളോ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. അടിപൊളി ചാനലാണ് കേട്ടോ. ഒത്തിരി കഷ്ടപ്പെട്ടും ഒത്തിരി അധ്വാനിച്ചും ഒക്കെ വളർത്തിയെടുത്തൊരു ചാനലാണ്. അതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് ആ ഒരു അവരുടെ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നു ചേച്ചി എന്നങ്ങാണ്ടാണ് പേര് കേട്ടോ. അവരടിപൊളിയാണ്. അവരുടെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ സൂപ്പർ മമ്മിയാട്ടോ അവർ. രണ്ട് മക്കളുടെയും അത്രയും വലിയൊരു മോനുണ്ടെന്ന് തന്നെ തോന്നത്തില്ല ആളെ കണ്ടു കഴിഞ്ഞാൽ. അത്രയും വൈബുള്ളൊരു ലേഡിയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഒത്തിരി നാളത്തെ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ കിച്ചു എനിക്ക് തോന്നുന്നത് ഇതിന് വേറെ ആരും, കിച്ചു തന്നെയാണ് ആപ്റ്റായിട്ടുള്ളത് കേട്ടോ. അവരുടെ സെലക്ഷൻ എന്തായാലും നല്ല അടിപൊളി സെലക്ഷനാണ്. നമ്മുടെ കിച്ചൂട്ടന് ഇതുപോലെ ഒരു എൻട്രി അല്ലെങ്കിൽ ഇതുപോലെ ഒരു തുടക്കം ഇനി വേറെ അവന് കിട്ടാനില്ല കേട്ടോ. അവൻ്റെ ഫസ്റ്റ് ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞത് നല്ല ആൾക്കാരുടെ ഒരു സ്ഥാപനത്തിൻ്റെ ഇനോഗ്രേഷൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അവരുടെ വീഡിയോസൊക്കെ നമ്മൾ ഫോളോ ചെയ്താൽ കാണാൻ പറ്റും. നല്ല പോസിറ്റീവ് വൈബുള്ളൊരു ഫാമിലിയാണ് കേട്ടോ. അവരുടെ ഈ ഒരു കൊച്ചു സ്ഥാപനം തിരുവനന്തപുരത്ത് പോത്തൻകോടുള്ളൊരു സ്ഥാപനമാണ്. ആ ഒരു ഷോപ്പ് ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ, ആത്മാർത്ഥമായിട്ട്. അപ്പോൾ കിച്ചുവിന് ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അവൻ സംസാരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു നിഷ്കളങ്കനാണ് കേട്ടോ അവൻ. അവൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞൊരു വീഡിയോയിൽ നമുക്ക് കാണാം അവൻ എന്താണെന്നും അവൻ്റെ ഉള്ളിൽ എന്താണെന്നും അവൻ ഇത്ര നാളും എങ്ങനെയായിരുന്നു എന്നൊക്കെ, ഏതൊക്കെ വഴിയിലൂടെയാണ് അവൻ സഞ്ചരിച്ചത്, അവൻ്റെ ഡ്രീംസ് എന്താണ് എല്ലാം ആ ഒരു ലൈഫ് സ്റ്റോറിയിൽ അവൻ പറയുന്നുണ്ട് കേട്ടോ. കാണാത്തവരതൊക്കെ ഒന്ന് കണ്ടു നോക്കേ. അപ്പോൾ കിച്ചുൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടിയിട്ടാണ് കേട്ടോ ഇനോഗ്രേഷന് വന്നത്. ഇനോഗ്രേഷന് ശേഷം അവൻ സൂമിനെ പറ്റിയും ഇവരുടെ യൂട്യൂബ് ചാനലിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അവനെക്കൊണ്ട് പറ്റാവുന്നത് അവൻ ചെയ്തും പറഞ്ഞും വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, നല്ലൊരു നിഷ്കളങ്കനായിട്ടുള്ളൊരു കൊച്ച് കേട്ടോ. അതായത് ഇപ്പോഴത്തെ യൂത്തിനൊക്കെ ഇതുപോലെയുള്ള പയ്യന്മാരെയൊക്കെ കാണാനേ കിട്ടില്ല നമുക്ക്. കാരണം എന്താ പറയുക, ഒരു ഭയങ്കര നിഷ്കളങ്കനാണവൻ. അവനിപ്പോൾ അത്യാവശ്യം യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റൊക്കെ ആയിട്ടുണ്ട്. എന്നാലും അവനെ പഴയതുപോലെ തന്നെ അവൻ ഇപ്പോഴും അവനെങ്ങനെയാണോ ആദ്യമേ ഫേമസ് അല്ലാതിരുന്ന ടൈമിലുള്ളത് ആ ഒരു വൈബിൽ തന്നെയാണ് അവനിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് അവൻ്റെ ഏറ്റവും വലിയ വിജയം കേട്ടോ. കാരണം പൈസ വന്നാലും നമ്മൾ നമ്മളായിട്ടിരിക്കുക, അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇവരുടെ മോൻ്റെ ബൈക്കൊക്കെ ഓടിക്കുന്നുണ്ട് കേട്ടോ അവൻ. അവരൊക്കെ നല്ല ഫ്രണ്ട്സാണ്. മോനും ഒരു നല്ല ഹാറ്റ്സ് ഓഫ് കൊടുക്കണം. കാരണം അവനും അവൻ്റെ ഫ്രണ്ടിനെ പോലെ തന്നെയാണ് നമ്മുടെ കിച്ചുവിനോടൊക്കെ ഉള്ളൊരു ബിഹേവിയർ നമുക്ക് വീഡിയോയിൽ കാണുന്നത് കേട്ടോ. അങ്ങനെ കിച്ചുവിന് എന്തായാലും ഇത് മറക്കാനാവാത്തൊരു അനുഭവം തന്നെ ആയിരിക്കും. ഒരു ഫസ്റ്റ് ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അവന് ഒരിക്കലും മറക്കാൻ ചാൻസ് ഇല്ല. കിച്ചുവിൻ്റെ ഒരു മനോധൈര്യം നോക്കുകയല്ലേ. അതായത് ഒരു വശത്ത് നമ്മുടെ രേണുസുതി ഉണ്ടാക്കുന്ന പുലിവാലുകൾ, രേണുസുതി പിടിക്കുന്ന സബ്സ്ക്രിപ്ഷൻ ചർച്ചകൾ, ചൂടേറിയ വാർത്തകൾ, വിമർശനങ്ങൾ, ഇതൊന്നും അവനെ മൈൻഡ് ചെയ്യുന്നില്ല. അവൻ അവൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ പോട്ടെ മോനെ. കാരണം അങ്ങനെ പോയാലേ നിനക്ക് വിജയിക്കാനായിട്ട് പറ്റുള്ളൂ, നിൻ്റേതായിട്ടുള്ളൊരു ഇടം കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. എന്തായാലും യൂട്യൂബിലൊക്കെ അടിപൊളിയായിട്ട് സജീവമായിട്ട് പോട്ടെ. അതിനൊപ്പം തന്നെ
അവൻ്റെ ലക്ഷ്യങ്ങളുടെ പുറകെയും പോവട്ടെ. അങ്ങനെ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞ് അവർ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്ന ഒരു രംഗമുണ്ട് കേട്ടോ. അതാണ് നമ്മൾ കാണേണ്ട കാര്യം. അതായത് സ്വന്തം ഫാമിലിയിൽ ഒരാൾ വന്നിരിക്കുന്ന പോലെയാണ് കേട്ടോ അവരുടെയൊക്കെ ഒരു കിച്ചനോടുള്ള ഒരു ബിഹേവിയറും കാര്യങ്ങളൊക്കെ, സംസാരവും എല്ലാം. പൊന്നു ചേച്ചി പറയുന്നുണ്ട്, കിച്ചുവിനെ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്, അവൻ കടകളിലെ ഓരോ ഡ്രസ്സും അവനെടുത്ത് നോക്കുന്നത് കണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കിച്ചും ഇതുപോലൊരു പുതിയ ഷോപ്പൊക്കെ തുടങ്ങാനായിട്ടുള്ള പ്ലാൻ ഉണ്ട്. അത് കിച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചുൻ്റെ ഫേസിൽ തന്നെ ഉണ്ട് അവൻ എന്താണെന്നും. അതായത് ശരിക്കും ഒരു പാവമാണ് കേട്ടോ. അപ്പം അവൻ്റെ സംസാരത്തിൽ തന്നെ നമുക്കറിയാം അവൻ എന്താണെന്ന്. കാരണം അവൻ്റെ അച്ഛനുള്ള അതേ ഗുണം തന്നെയാണ്, വിനയവും മറ്റുള്ളവരോടുള്ള നിഷ്കളങ്കതയും എല്ലാം അതുപോലെ തന്നെ അച്ഛൻ്റെ പോലെ തന്നെ കിച്ചുവിനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. അപ്പോൾ ഇതുപോലെ എനിക്ക് ഇവരുടെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് വളരെ ഇതിനെപ്പറ്റി സംസാരിക്കണം എന്ന് തോന്നിയിട്ടോ. കാരണം ഇവർ ചെയ്തത് അത്ര നല്ലൊരു പുണ്യപ്രവൃത്തി, പുണ്യം എന്നല്ല പറയുക, അത്രയും ഒരു അവനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ബഹുമാനം അംഗീകാരമൊക്കെയാണ് ഇവർ കിച്ചുവിനെ ഇനോഗ്രേഷന് വിളിച്ചത് കേട്ടോ. അത് ഏതൊക്കെ രീതിയിലാണ് അവരങ്ങനെ പ്ലാൻ ചെയ്തതെന്നും എനിക്കറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസിഷനിൽ എത്തിയതെന്നും എനിക്കറിയില്ല. അത് അവരുടെ മനസ്സിൻ്റെ എന്താ വിശാലമായിട്ടുള്ള അവരുടെ മനസ്സ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കേട്ടോ. നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും എന്തായാലും ഒരു ഷോപ്പ് അടിപൊളിയായിട്ട് പോകും എന്നുള്ളത്. അപ്പോൾ തിരുവനന്തപുരത്ത് പോത്തൻകോടാണ് ഇവരുടെ ഷോപ്പുള്ളത്. മാക്സിമം എല്ലാവരും ഷോപ്പൊക്കെ ചെയ്യുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ. അങ്ങനെ അത് അവർക്കും ഒരു ഹെൽപ്പായിരിക്കും. ഇതുപോലെ ഇനിയും എല്ലാവരും മുന്നോട്ട് വരാനേ ഞാൻ ആഗ്രഹിക്കുള്ളൂ കേട്ടോ. യൂട്യൂബ് ചാനൽ മാത്രമല്ല, ഇതുപോലെ നല്ല പുതിയ ബിസിനസ്സുകളൊക്കെ ആയിട്ട് മുന്നോട്ട് വരിക ഓരോ വനിതകളും. അങ്ങനെ ജീവിതത്തിൻ്റെ നല്ല ഉയർച്ചകളിലൊക്കെ എത്താം. അവരും ഇതൊരു സ്റ്റാർട്ടേ ആയിട്ടുള്ളൂ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ പോട്ടെ. അതിന് നമ്മുടെ സപ്പോർട്ട് എന്തായാലും അത്യാവശ്യമാണ്. കിച്ചും ഇതുപോലെ തന്നെ, കിച്ചും എന്തോ പറയുന്നൊക്കെ ഉണ്ട്, പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നുണ്ടെന്ന്. അപ്പോൾ കിച്ചുവിനും ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. എന്തായാലും നല്ലൊരു തീരുമാനമായിരുന്നു കിച്ചുവിനെ ഈ ഒരു ഇനോഗ്രേഷന് വിളിച്ചത്. എന്തായാലും എല്ലാവരും അടിപൊളിയായിരിക്കട്ടെ, ഹാപ്പി ആയിരിക്കട്ടെ. വീണ്ടും ഇതുപോലെ ഇത്തരം നല്ല വാർത്തകളും ന്യൂസുകളൊക്കെ ആയിട്ട് വരാം.